നമസ്കാരം. ലയണൽ മെസ്സിയെയും അർജന്റീന ഫുട്ബോൾ ടീമിനെയും കേരളത്തിൽ എത്തിക്കാമെന്ന വാഗ്ദാനം ചെയ്ത് നടന്ന കോടികളുടെ സാമ്പത്തിക ക്രമക്കേടിലും ഭരണഘടനാ ലംഘനത്തിലും മുൻ കായിക മന്ത്രി വി അബ്ദുൾ റഹിമാനും മുൻ ചീഫ് സെക്രട്ടറി വി ജയതിലകും അധികാര പരിധികൾ ലംഘിച്ച് വഴിവിട്ട് പ്രവർത്തിച്ചതായി അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുകയാണ്. സർക്കാരിന്റെ പേരും ഔദ്യോഗിക സംവിധാനങ്ങളും ഉപയോഗിച്ച് സ്വകാര്യ കമ്പനിക്ക് വൻതോതിൽ പണം സമാഹരിക്കാൻ അവസരമൊരുക്കിയത് ഗുരുതരമായ ഭരണഘടനാ വിരുദ്ധതയാണ് എന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ഈ വൻ ക്രമക്കേടുകൾക്കെല്ലാം അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മൗനാനുവാദം ഉണ്ടായിരുന്നു എന്ന ആരോപണത്തിൽ കഴമ്പുണ്ട് എന്ന് നിലവിൽ സർക്കാർ വിലയിരുത്തുകയാണ്. വിഷയത്തിൽ അന്വേഷണം CBIക്ക് വിടുന്നതിൽ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ നിർണായകമായ തീരുമാനമുണ്ടാകും. അന്താരാഷ്ട്ര തലത്തിലേക്ക് വേരോട്ടമുള്ള സാമ്പത്തിക തിരിമറികളും അന്താരാഷ്ട്ര ഗൂഢാലോചനയും കേസിന് പിന്നിലുണ്ട് എന്ന് മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കിയ സാഹചര്യത്തിലാണ് കേസ് കേന്ദ്ര അന്വേഷണ ഏജൻസിക്ക് കൈമാറാൻ നീക്കം നടക്കുന്നത്. വിദേശ രാജ്യങ്ങളിലേക്കും വിദേശ സാമ്പത്തിക ഏജൻസികളിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കേണ്ടതുള്ളതിനാൽ സംസ്ഥാന അന്വേഷണ ഏജൻസികൾക്ക് പരിമിതികളുണ്ട് എന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ, മുൻ കായിക മന്ത്രി വി അബ്ദുൾ റഹിമാൻ, മുൻ ചീഫ് സെക്രട്ടറി വി ജയതിലക്, റിപ്പോർട്ടർ TV എന്ന വാർത്താ മാധ്യമ മാനേജ്മെന്റ് എന്നിവരെ പ്രതി ചേർത്താണ് കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള സാധ്യത. വ്യാജരേഖ ചമയ്ക്കൽ, പൊതുമുതൽ ദുരുപയോഗം ചെയ്യൽ, വിദേശ നാണയ വിനിമയ ചട്ടങ്ങളുടെ ലംഘനം തുടങ്ങിയ ഗുരുതര കുറ്റകൃത്യങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തുക. അമേരിക്കൻ സാമ്പത്തിക കുറ്റകൃത്യ അന്വേഷണ ഏജൻസിയുടെ നിരീക്ഷണത്തിലുള്ള വിദേശ കമ്പനികളുമായി ഇവർ വഴിവിട്ട ഇടപാടുകൾ നടത്തിയത് മുൻനിർത്തിയാണ് CBI അന്വേഷണം ആവശ്യപ്പെടുന്നത്. അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ നൽകിയ വെറുമൊരു വാണിജ്യ നിബന്ധന പത്രത്തെ ഔദ്യോഗിക സമ്മതപത്രമായി തെറ്റായി വ്യാഖ്യാനിച്ചതാണ് ഫയൽ നീക്കത്തിലെ ഏറ്റവും വലിയ തട്ടിപ്പെന്ന് അന്വേഷണ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഒരു കളിക്ക് 7.5 മില്യൺ $, അതായത് ഏകദേശം 62 കോടി രൂപ നൽകണമെന്ന വ്യവസ്ഥയും 80 അംഗ പ്രതിനിധി സംഘത്തിന് വിപുലമായ താമസ സൗകര്യവും ആവശ്യപ്പെടുന്നതായിരുന്നു ഈ പ്രാഥമിക രേഖ. ഇത് പാലിച്ചാൽ മാത്രമേ ഔദ്യോഗിക കരാറിലേക്ക് കടക്കാൻ സാധിക്കൂ എന്ന് രേഖയിൽ വ്യക്തമാക്കിയിരുന്നിട്ടും അർജന്റീന അസോസിയേഷൻ മത്സരം സ്ഥിരീകരിച്ചു എന്ന രീതിയിൽ ഫയലുകൾ രേഖപ്പെടുത്തി. അതായത് ഈ ഫയലുകൾ ഇക്കാര്യം രേഖപ്പെടുത്തുകയായിരുന്നു. ഇപ്രകാരം അതായത് ജനങ്ങളെയും കേന്ദ്ര സർക്കാരിനെയും തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു ഇതിലൂടെ. ഭരണനിർവഹണത്തിലെ ഏറ്റവും ഗുരുതരമായ ജാഗ്രത കുറവും ആസൂത്രിതമായ തട്ടിപ്പുമാണ് ഇതിലൂടെ പുറത്തുവന്നത്. അന്താരാഷ്ട്ര കായിക കരാറുകളിൽ പാലിക്കേണ്ട പ്രാഥമിക നിർദ്ദേശം, ബോർഡ് അംഗീകാരം, ഒപ്പിട്ട കരാർ, FIFA അനുമതികൾ തുടങ്ങിയ സുപ്രധാന ഘട്ടങ്ങളെയെല്ലാം കാറ്റിൽ പറത്തിയാണ് മുൻ മന്ത്രിയും ഉദ്യോഗസ്ഥരും ഉത്തരവുകൾ പുറപ്പെടുപ്പിച്ചത്. വെറുമൊരു തടസ്സപത്രത്തിന്റെ ബലത്തിൽ പത്രസമ്മേളനങ്ങൾ നടത്തുകയും സർക്കാർ ഉത്തരവുകൾ ഇറക്കുകയും ചെയ്ത് സംസ്ഥാന ഭരണകൂടത്തിന് അന്താരാഷ്ട്ര തലത്തിൽ വൻ നാണക്കേടുണ്ടാക്കി. അന്നത്തെ കായിക വകുപ്പ് മന്ത്രിയും സംഘവും സ്പെയിനിലെ മാഡ്രിഡിൽ നടത്തിയ ഔദ്യോഗിക വിദേശയാത്രയ്ക്ക് പിന്നിൽ വ്യക്തമായ തെളിവുകളോ ഔദ്യോഗിക ക്ഷണപത്രങ്ങളോ ഫയലിൽ ഇല്ലെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. പൊതുജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നും 13 ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ച് നടത്തിയ ഈ യാത്ര ദുരൂഹതകൾ നിറഞ്ഞതാണ്. അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷൻ ഔദ്യോഗികമായി ക്ഷണിച്ചതിന്റെ ഒറിജിനൽ രേഖകളോ കൃത്യമായ വിവരങ്ങളോ ഇല്ലാതെ തട്ടിക്കൂട്ടിയ ഒരു ഇമെയിലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ യാത്ര. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെയോ ആഭ്യന്തര മന്ത്രാലയത്തിന്റെയോ മുൻകൂർ അനുമതി നടത്തിയ ഈ വിദേശയാത്ര നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കുവാനും ചെലവാക്കിയ തുക ബന്ധപ്പെട്ടവരിൽ നിന്നും തിരിച്ചുപിടിക്കുവാനുമാണ് ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ വെച്ച് സ്വകാര്യ വ്യക്തികളുമായി വിദേശ ഏജൻസികളുമായി നടത്തിയ രഹസ്യ ചർച്ചകളെക്കുറിച്ച് CBI അന്വേഷണത്തിലൂടെ മാത്രമേ കൂടുതൽ സത്യങ്ങൾ പുറത്തുവരൂ. സ്വകാര്യ മാധ്യമ കമ്പനിക്ക് മത്സരത്തിന്റെ ഔദ്യോഗിക സ്പോൺസർഷിപ്പ് നൽകിയ നടപടി സർക്കാരിന്റെ ഔദ്യോഗിക വാങ്ങൽ ചട്ടങ്ങളുടെയും പൊതുലേല വ്യവസ്ഥകളുടെയും നഗ്നമായ ലംഘനം കൂടിയാണ്. പരസ്യ ടെൻഡറോ അനുമതിയോ കൂടാതെ ഒരു സ്വകാര്യ കമ്പനിക്ക് വഴിവിട്ട സഹായം നൽകുകയായിരുന്നു. ടിക്കറ്റിംഗ്, സംരക്ഷണാവകാശം എന്നിവയിലൂടെ ലഭിക്കുന്ന വരുമാനത്തിന്റെ ഒരു വിഹിതം പോലും സർക്കാരിലേക്ക് നൽകാൻ വ്യവസ്ഥ ചെയ്യാതെ മുഴുവൻ ലാഭവും സ്വകാര്യ കമ്പനിക്ക് നൽകുന്ന രീതിയിലായിരുന്നു കരാറുണ്ടാക്കിയത്. അർജന്റീന ഫുട്ബോൾ അസോസിയേഷനും സ്വകാര്യ കമ്പനിയും തമ്മിൽ കരാറിൽ ഒപ്പിട്ട തീയതികളും അതിന് സർക്കാർ നൽകിയ അനുമതി ഉത്തരവുകളും തമ്മിൽ വൻ സമയക്രമക്കേട് നിലനിൽക്കുന്നുണ്ട്. കമ്പനിയുടെ സ്പോൺസർഷിപ്പ് അംഗീകരിച്ച് സർക്കാർ ആദ്യ ഉത്തരവിറക്കുന്നത് ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ സ്വകാര്യ കമ്പനി വിദേശ സംഘടനകളുമായി കരാറിൽ എത്തിയിരുന്നു.
സർക്കാർ സംവിധാനങ്ങളെ ഇരുട്ടിൽ നിർത്തി മുൻകൂട്ടി നടന്ന ഈ നീക്കങ്ങൾക്ക് പിന്നിൽ ഉന്നതതല ഒത്താശ എന്ന കാര്യം ഇനി സംശയമേ വേണ്ട. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ കേസ് CBIക്ക് വിട്ടുകൊടുക്കാനുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും. കൂടാതെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, ആദായ നികുതി വകുപ്പ് എന്നിവർക്കും റിപ്പോർട്ട് നൽകാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയൊരു കൊടുങ്കാറ്റ് ഉയർത്തുന്ന വിഷയമായിരിക്കും മെസ്സി വിവാദമെന്നും വ്യക്തമാക്കുകയാണ്.